നമസ്കാരം. ഇസ്രായേൽ നടത്തിയ പ്രഹരത്തിന് മുന്നിൽ പതറിപ്പോയ ഇറാനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. സമാധാന കരാറിലെത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് പലതവണ അവസരം നൽകിയെങ്കിലും ഇറാൻ അതൊന്നും ചെവികൊണ്ടിരുന്നില്ല. അത് തന്നെയാണ് രാജ്യം ഇപ്പോൾ ഇങ്ങനെ തകരാനുള്ള പ്രധാന കാരണവും. ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നുകയറി അവിടെയുള്ള ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഇസ്രായേൽ ഈ ദൗത്യം വിജയത്തിലെത്തിച്ചത്. ഇതിലെ ഏറ്റവും ശ്രദ്ധ നേടുന്ന സംഭവമാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് അതീവ രഹസ്യമായി നടത്തിയ ചില നീക്കങ്ങൾ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കേന്ദ്രീകരിച്ചാണ് ഇവർ രഹസ്യ ഡ്രോൺ ഫാക്ടറി സ്ഥാപിച്ചതും ആയുധങ്ങൾ എത്തിച്ചതും. ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം നടത്താമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും ഇത്രയും ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകാൻ കഴിഞ്ഞത് മൊസാദിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ഇതിനായി മൊസാദ് ചാരന്മാർ ഇറാനിൽ നിന്ന് കൈമാറിയ വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്താണ് ഇസ്രായേൽ സൈന്യം നീക്കം നടത്തിയത്. തുടർന്നാണ് ഇറാനിൽ തന്നെ രഹസ്യ സൈനിക താവളം ഇസ്രായേൽ ഒരുക്കിയത്. ഇവിടെ വലിയ തോതിൽ ഡ്രോണുകളും ആയുധങ്ങളും നിറച്ചു. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ സംഭരിച്ചിരുന്നു. തുടർന്ന് ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണവും ഒപ്പം വ്യോമാക്രമണവും നടത്തുകയായിരുന്നു. ഇറാന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. ഇറാനിലെ നടാറൻസ് ആണവ കേന്ദ്രത്തിൽ 200ഓളം പോർ വിമാനങ്ങളാണ് ആഞ്ഞടിച്ചത്. ഇറാനിലുടനീളം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകളും മൊസാദ് തയ്യാറാക്കിയതായും ഇവ ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥനും സായുധ സേനാ മേധാവിയുമായ മുഹമ്മദ് ബാഗേരിയെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനായ ഹൊസൈൻ സലാമിയെ വധിക്കാനും ഇസ്രായേലിന് കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ മിസൈൽ ബാറ്ററി സംവിധാനത്തെയും നേരത്തെ മൊസാദ് തകർത്തിരുന്നു. ഇറാന്റെ ഡസൻ കണക്കിന് റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇറാനിൽ 330ഓളം സ്ഫോടനങ്ങളാണ് നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇറാൻ നടാൻസിലെ ആണവ കേന്ദ്രങ്ങൾ പലതും ഭൂമിക്കടിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കോൺക്രീറ്റ് ബങ്കറുകളായിരുന്നു. ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. എന്നിട്ടും ഇവയെല്ലാം ആക്രമിച്ച് തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത് ഇറാൻ അമ്പരപ്പോടെയാണ് കാണുന്നത്. ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ വധിക്കുക കൂടി ചെയ്തത് ഇറാന് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരവും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.